അങ്ങനെ കാനഡിയൻ ഗവൺമെൻറ് കാനഡ മോഹങ്ങൾ സ്വപ്നം കണ്ടിരിക്കുന്ന ആൾക്കാർ നെഞ്ചത്ത് ഇടുത്തിയായിട്ട് ഓരോരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. $10,000 കാനഡിയൻ ലിവിങ് എക്സ്പെൻസ് കാണിച്ച് പോയിക്കൊണ്ടിരുന്ന പലർക്കും ഇപ്പോൾ $20,000 കാണിച്ചാൽ കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ പുതിയൊരു പ്രശ്നം വന്നിരിക്കുന്നത് ഏകദേശം 1,20,000 അനുസരിച്ച് അടുത്ത സ്റ്റുഡൻറ്റ് വിസയാണ് കാനഡിയൻ ഗവൺമെൻറ് ക്യാപ്പ് ചെയ്യാൻ പോകുന്നത്. അതായത് 3,60,000 സ്റ്റഡി പെർമിറ്റ് 2024 ഉണ്ടാവും. അത് ഏകദേശം 4,80,000 ആയിരുന്നു ലാസ്റ്റ് ഇയർ. ഒരു 35% ഡ്രോപ്പാണ് സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ പോകുന്നത്. അത് കാനഡയുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നതിലും ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യുന്നതിലും ഇപ്പോഴത്തുണ്ടാകുന്ന ഹൗസിംഗ് ക്രൈസിസും അങ്ങനെ വിലക്കയറ്റവും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ധരിച്ചിരിക്കുന്നത് ഇതെല്ലാം ഇമിഗ്രേഷൻ മൂലമാണെന്നാണ്. എന്താ ജാതി മണ്ടത്തരമല്ലേ? ഇത്രയും വലിയൊരു രാജ്യത്ത് ഇത്രയും ചെറിയ നമ്പർ ഓഫ് പീപ്പിൾ ഇമിഗ്രേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നതാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അവിടുത്തെ ബുദ്ധിജീവികളുടെ കണ്ടെത്തലാണ്, സർക്കാരിൻ്റെ അല്ല. സർക്കാർ പ്രഷറൈസ്ഡ് ആണ് ആക്ച്വലി. പിന്നെ സ്റ്റുഡൻറ്റ് വിസ റിന്യൂവലിനൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല കേട്ടോ. റിന്യൂവലിൽ അതേപോലെ തുടങ്ങും. കറൻറ്റ് സ്റ്റഡി പെർമിറ്റ് ഹോൾഡറും റിന്യൂവൽസും ഒന്നിനും ഈ മാറ്റങ്ങളൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല. ജനുവരി 22, 2024 മുതൽ സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷനെല്ലാം ഒരു അറ്റസ്റ്റേഷൻ ലെറ്ററും കൂടെ വേണം. പ്രൊവിൻസ് ആണെങ്കിലും ടെറിട്ടറി ആണെങ്കിലും ഒരു അറ്റസ്റ്റേഷൻ ലെറ്റർ കൂടെ വേണം. എല്ലാ പ്രൊവിൻസുകളും ടെറിട്ടറികളിലും ഈ അറ്റസ്റ്റേഷൻ ലെറ്റർ കൊടുക്കുന്ന സിസ്റ്റം മാർച്ച് 31 മുമ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. നമ്പർ ഓഫ് സ്റ്റഡി പെർമിറ്റ്സ് അപ്രൂവ്ഡ് ഇൻ 2025 ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആയിട്ടുള്ളതിന് റീഇവാലുവേറ്റ് ചെയ്യും എന്ന് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് 2025 ഒരു റീഇവാലുവേഷൻ ഉണ്ടാവും. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് പ്രോഗ്രാം എലിജിബിലിറ്റി, അതിൻ്റെ എലിജിബിലിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കരിക്കുലം ലൈസൻസിങ് എഗ്രിമെൻസിൻ്റെ ഇതും അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കരിക്കുലം ലൈസൻസിങ് പ്രോഗ്രാംസ് വിൽ നോ ലോnger ക്വാളിഫൈ. അതായത് ചില കോളേജുകളിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് ആഫ്റ്റർ സെപ്റ്റംബർ 1 പോസിബിൾ അല്ല. അതായത് ഈ കരിക്കുലം ലൈസൻസിങ് പ്രോഗ്രാം, അതായത് പല യൂണിവേഴ്സിറ്റികളുടെയും ഒക്കെ DLIയുടെയൊക്കെ പിന്നെ കരിക്കുലം ലൈസൻസിങ് പ്രോഗ്രാം വഴി കോഴ്സ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിന് എലിജിബിൾ ആയിരിക്കത്തില്ല സെപ്റ്റംബർ 1, 2024 മുതൽ. ഗ്രാജുവേറ്റ്സും ഷോർട്ട് ഗ്രാജുവേറ്റ് ലെവൽ പ്രോഗ്രാമും ഒക്കെ അവർക്കൊക്കെ ഒരു 3 ഇയർ വർക്ക് പെർമിറ്റ് ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവസാനത്തെ കാര്യം വെച്ചിരുന്നത് സ്പൗസസ് ഓഫ് ഫോറിൻ വർക്കേഴ്സ്. അതായത് സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ടുള്ളവരുടെ സ്പൗസസിന് ഇനി നോ ലോങ്ങർ വർക്ക് ചെയ്യാനുള്ളൊരു പെർമിഷൻ ഇല്ല. അതായത് SWOP എന്ന് പറയുന്ന സംഭവം പാർഷ്യലി എടുത്ത് കളയാണ്. മാസ്റ്റേഴ്സും PhDയും പഠിക്കാൻ പോയ ആൾക്കാർക്ക് മാത്രമേ SWOP വാലിഡായിട്ടുള്ളൂ. മാസ്റ്റേഴ്സ് പഠിക്കുന്നവർക്കും PhD സ്റ്റുഡൻസിനും മാത്രമാണ് ഈ SWOP എലിജിബിൾ. അവരുടെ സ്പൗസിനെ വർക്കിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ ഗ്രാജുവേഷൻ പഠിച്ചവർക്ക് ആർക്കും ഒരാൾക്കും ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും തൻ്റെ പാർട്ട്ണറെയോ അല്ലെങ്കിൽ സ്പൗസിനെയോ കാനഡയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ഞെട്ടിക്കുന്ന തീരുമാനങ്ങളാണ് കാനഡ എടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ദേഷ്യം വരുന്നുണ്ട്. പാവപ്പെട്ട പിള്ളേർ, ഒരുപാട് പിള്ളേർ കഞ്ഞൂടി പിടിക്കുന്ന ഏർപ്പാടാണ്. പക്ഷെ എന്നാൽ പോലും തീരുമാനങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, കാനഡയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ആൾക്കാരെയൊക്കെ അറിയിക്കുക, പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുക. സെപ്റ്റംബർ വരെ സമയമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാനഡ എത്താൻ പറ്റുമെങ്കിൽ എത്തുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.